ആ ചേട്ടൻ പറയട്ടെ. ഉമ്മൻചാണ്ടി നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് ഇറക്കിയായിരുന്നു. അതിന് പറയാത്തന്നെ നിങ്ങൾ പറയാൻ പേടിയുന്നു. നിങ്ങൾ പിന്നെ എന്നെ ഏജന്റാണ്. ഞങ്ങൾ നാളെ ഒറ്റ ദിവസം ആരും ടിക്കറ്റ് എടുക്കുന്നില്ല. പിണറായി അന്നേരം മറ്റേ ഞാൻ പറയുന്നില്ല അങ്ങോട്ട് പോയി. അയാൾ പറഞ്ഞില്ല ഇവിടെ ഇതൊന്നും കൊണ്ടല്ല ജീവിക്കുന്നത്. മദ്യവും നാളെ വിൽക്കുന്നില്ല, ഈ ടിക്കറ്റ് ഞങ്ങൾ എടുക്കുന്നില്ല. എങ്ങോട്ട് പോകും ഇയാൾ? എങ്ങോട്ട് പോയി ഇയാൾ? കൊച്ചു കൊച്ചു കച്ചവടക്കാർ ഒരാഴ്ചക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. പഴയപോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആരാ പ്രാർത്ഥിക്കണം? മുഖ്യമന്ത്രിനെ പ്രാർത്ഥിക്കണം, മറ്റേ ധനകാര്യ വകുപ്പിനെ പ്രാർത്ഥിക്കണം. സർക്കാർ നമ്മൾ പൊതുജനം മണ്ടനാണെന്ന് സർക്കാരിന് ആ ധനകാര്യമന്ത്രിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്നാന്ന് വെച്ചാൽ 1 കോടി രൂപ അടിച്ചാൽ 35 ലക്ഷം രൂപ സർക്കാരിന് കിട്ടും. ഞാനായിട്ട് ഇന്ന് ഒരു ടിക്കറ്റ് ഞാൻ എടുത്തില്ല, മറ്റൊരു 15 ടിക്കറ്റ് എടുക്കുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു വലിയ അടിയാണ്. ഇവിടെ ജനങ്ങളെല്ലാവരും പറഞ്ഞു ഈ ലോട്ടറി മദ്യവും കൊണ്ടാണ് സർക്കാർ നിൽക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ ഭാഷ അറിയാവാ. പുള്ളി പറഞ്ഞ് കർണാടകത്തിൽ 18% മദ്യം കഴിക്കുന്നവരാണ്, കേരളത്തിൽ 7% കഴിക്കുന്നത്. അപ്പം നമ്മൾ പുറകിലാണെന്നാണ് പുള്ളി പറയുന്നത്. അതൊന്നും ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ ഞങ്ങളൊക്കെ എടുക്കുന്നത് എന്താ അറിയാവാ, വൈകുന്നേരം എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത്ര എനിക്ക് പറയാം. അല്ല വേറൊന്നുമില്ല, വേറെ ഒരു കാര്യമില്ല. സർക്കാരിന് ഗുണം, അല്ല ഞങ്ങൾക്കൊരു ഗുണവുമില്ല. പൈസ കൂടിയതിനെ പറ്റി അപ്പം എന്താണ് പറയാനുള്ളത്? പൈസ കൂടിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ അവർ അത് പ്രൈസിൻ്റെ കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒരു 10 ലക്ഷം രൂപ കൂട്ടി തന്നു, പ്രൈസ് ഇപ്പുറത്ത് കുറയ്ക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പം നമ്മളെന്നെ അവർ മറ്റവനായിപ്പോയാൽ അങ്ങനെയല്ല. ഇതൊക്കെ ഒരു ചാർട്ട് കണക്കുണ്ട്. ഇതിനൊക്കെ എന്തിനും കണക്കുണ്ട്. നിങ്ങൾ ഈ പിടിക്കുന്ന മൈക്കിനും കണക്കുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും. ഞാൻ കഴിക്കുന്ന മദ്യത്തിനും കണക്കുണ്ട്. 60 ml എന്നാണ് കണക്ക്. ആരും 90 കണക്ക് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് കണക്കുണ്ട്, കണക്ക് ശാസ്ത്രം. അപ്പം ഞാനിനിയിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് പഠിക്കാൻ പോയി എനിക്ക് എന്നെക്കൊണ്ട് പറ്റിയില്ല. പക്ഷെ അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ രീതി ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചെയ്യണം. പിന്നെ ഞങ്ങളെപ്പോലെ പാവങ്ങൾ ഈ അടിമപ്പെടുന്നു. എങ്ങനെയാണ്? പിന്നെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു അവസാനമായിട്ട്. ഞങ്ങൾ നാളെ ഒറ്റ ദിവസം ആരും ടിക്കറ്റ് എടുക്കുന്നില്ല. പിണറായി അന്നേരം മറ്റേ ഞാൻ പറയുന്നില്ല അങ്ങോട്ട് പോയി. അയാൾ പറഞ്ഞില്ല ഇവിടെ ഇതൊന്നും കൊണ്ടല്ല ജീവിക്കുന്നത്. മദ്യവും നാളെ വിൽക്കുന്നില്ല, ഈ ടിക്കറ്റ് ഞങ്ങൾ എടുക്കുന്നില്ല. എങ്ങോട്ട് പോകും ഇയാൾ? എങ്ങോട്ട് പോയി ഇയാൾ? ഞാൻ പാർട്ടിയെ കുറ്റം പറയുമോ രാഷ്ട്രീയം പറയാനായിട്ടാണ് പറയുന്നത്. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. എങ്ങനെ? രാഷ്ട്രീയം എനിക്കിഷ്ടമല്ല. രാഷ്ട്രീയം പറയാൻ അങ്ങോട്ട് അപ്പുറത്ത് പറയാം. ഞാനീ പറഞ്ഞ കാര്യം കറക്റ്റാണോ? ആണോ? ഈ മദ്യവും ടിക്കറ്റും ഇല്ലെങ്കിൽ അവൾ വീട്ടിലോട്ട് പോകും. എനിക്ക് പറയാനുള്ളൂ. അതിന് അടിസ്ഥാന കണക്കറിയാവുന്ന ആളാണ്. അതിന് ആ കണക്കൊന്നും എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട. കുട്ടിയെ തന്നെ സർക്കാരിന് വരുമാനം ഉണ്ടാകാനുള്ള എല്ലാ മാർഗവും അവർ നോക്കിയിരിക്കില്ലേ? പക്ഷേ നമ്മുടെ ജനങ്ങളെ വലയ്ക്കുക. അതെ. അപ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ സിസ്റ്റം മാറിയല്ലോ. പ്രൈസിൻ്റെ സിസ്റ്റം മാറിയതുകൊണ്ട് തന്നെ പറയാം. 50 രൂപയുടെ മുടക്ക് മുതൽ 40 രൂപ മുടക്കി ടിക്കറ്റ് എടുക്കുന്ന ആളിന് ഒരു ലക്കി പ്രൈസ് അടിച്ചെന്നാൽ 100 രൂപ കിട്ടുമായിരുന്നു. അപ്പോൾ അടുത്തൊരു ടിക്കറ്റും എടുക്കാൻ ഒരു ചായക്ക് കാശും കിട്ടുമായിരുന്നു. ഇപ്പോൾ 50 രൂപയുടെ ടിക്കറ്റ് ആക്കിയിട്ട് അത് 50 രൂപ ലക്കി പ്രൈസ്. അത് വലിയ പ്രതിസന്ധി. അതാരും എടുക്കണില്ല. 50 രൂപ മുടക്കിയിട്ട് 50 രൂപ കിട്ടാനാണെങ്കിൽ എടുക്കാതിരുന്ന 50 രൂപ കിട്ടിയെന്ന് ഉറപ്പല്ലേ? അതിപ്പോൾ വലിയൊരു തിരിച്ചടിയാണ്. കച്ചവടമൊക്കെ കുറവാണ്. കൊച്ചു കൊച്ചു കച്ചവടക്കാർ ഒരാഴ്ചക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 50 ടിക്കറ്റ് വിറ്റുന്ന അവന് കിട്ടണത് 370 രൂപ 80 രൂപ കിട്ടണം. 8 എണ്ണം വെച്ചം വരുമ്പോൾ അന്നത്തെ മുതലിൽ നിന്നും കൂടെ കള്ളം കയറുക. എന്താണെങ്കിലും പഴയ പോലെ ആവുമോ? പഴയ പോലെ ആകണമെങ്കിൽ പ്രൈസ് കിടന്നേക്ക് മാറ്റം വരുത്തണം. 2000 വെക്കണം. 50 രൂപ ടിക്കറ്റ് നേരത്തെ 5000-ൻ്റെ നമ്പർ 23 നമ്പർ കൊടുത്തോണ്ടിരുന്നതാണ്. അതിപ്പം 18 ഉള്ളൂ. പിന്നെ 2000-ൻ്റെ പ്രൈസ് എടുത്ത് കളഞ്ഞ്. അപ്പോൾ തന്നെ ജനത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടു. അതൊക്കെ തിരിച്ചു വരണമല്ലേ? അതൊക്കെ തിരിച്ചു വരണം. എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ ആൾക്ക് ഒരു 100 പേരിൽ 2 പേർക്കെങ്കിലും എന്തെങ്കിലും കിട്ടണം. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇത് മുന്നോട്ട് പോവുള്ളൂ. എന്താണെങ്കിലും അതുപോലെ മുന്നോട്ട് പോകട്ടെ. പഴയ പോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആരാ പ്രാർത്ഥിക്കണം? മുഖ്യമന്ത്രിനെ പ്രാർത്ഥിക്കണം, മറ്റേ ധനകാര്യ വകുപ്പിനെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രതികരിക്കണം. പ്രാർത്ഥിക്കുന്നതിനപ്പുറം പ്രതികരിക്കാൻ എല്ലാവർക്കും കൊണ്ടും ജയിലില്ലല്ലോ. പക്ഷെ ഇതൊരു പ്രതികരണമാണല്ലോ. ചേട്ടൻ്റെ പ്രതികരണം നമ്മൾ എത്തിക്കും എവിടെയെങ്കിലും. നമ്മളെല്ലാവരും പോലെ ഇവരൊക്കെ ലോട്ടറി എടുക്കണവരാ. ഒരെണ്ണം പോലും ഇപ്പോൾ എടുക്കണില്ല. ഓക്കെ.
ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ 2-ാം തീയതി മുതൽ തുടങ്ങിയിരിക്കുന്നത് ഈ 50 രൂപ ടിക്കറ്റ്. അതിൻ്റെ പ്രൈസ് സംവിധാനവും തെറ്റാണ്. അതിൻ്റെ ഈ വിൽപ്പനക്കാർക്കും രക്ഷയില്ലാത്തൊരു സാഹചര്യം. എന്താണെന്ന് വെച്ചാൽ ഒരു 50-60 ടിക്കറ്റ് എടുത്ത് 10-400 രൂപ കിട്ടി അവർ ജീവിച്ച് പോകുന്നുണ്ടിരുന്നത്. അവരുടെ 10-15 30 വരെ ഞാൻ ഇഷ്ടംപോലെ ലോട്ടറി എടുക്കുന്ന ആളാണ്. ലോട്ടറി എടുത്ത് എൻ്റെ കിടപ്പാടം വരെ നഷ്ടപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണ്. ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപയ്ക്ക് ലോട്ടറി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ 34 വർഷമായി ഒരു ബിസിനസ് ചെയ്യണം. ഞാനിതിനൊരു അടിമയായിപ്പോയി. അങ്ങനെ ഇത് മുഴുവനും എൻ്റെ ജീവിതത്തിലുണ്ടായ വായിച്ച മുഴുവനും ലോട്ടറിക്ക് വേണ്ടി കളഞ്ഞാണ്. ഇപ്പോഴും ഈ 2-ാം തീയതി മുതൽ ഞാൻ ഈ എടുക്കാൻ 10-15 ടിക്കറ്റ് എടുക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ന് 100 എടുത്തില്ല. എനിക്ക് മേലാതെയായി പോയി. അതാണ് വിഷയം. അതുകൊണ്ട് ഈ സംവിധാനം തെറ്റാണ്. സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്ന് വേണം പറയാം. അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കയറി വന്നപ്പോൾ 10 രൂപ കൂടിയപ്പോൾ നമ്മുടെ ജീവിതത്തെ അത് വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. പിന്നെ 10 രൂപ നാട്ടത് 200 രൂപയ്ക്ക് ഞങ്ങൾ 5 ടിക്കറ്റ് എടുക്കുകയെ ഇപ്പം 4 കിട്ടുള്ളൂ. അതെ, 5000 കിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു പ്രയോജനം ആർക്കാം? നമുക്ക് ഒരു പ്രയോജനമില്ല. തീർച്ചയായിട്ടും 4 എടുക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും സമ്മാനം കിട്ടുന്ന ഒരു അവസ്ഥ. കിട്ടുന്ന അവസരം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒന്നുമില്ലെന്ന് ഇവർക്ക് ആർക്കും. ഇപ്പോൾ ഈ 2-ാം തീയതി മുതൽ ജയൻ ദിവസം 10, 70, 50, 100 ടിക്കറ്റ് 100 ചില്ലുവാനും ടിക്കറ്റ് വിൽക്കുമായിരുന്നു. ആ പുള്ളിക്ക് ഇപ്പം അത്രയും ടിക്കറ്റ് ചിലവാകുന്നില്ല. ആ സ്ഥാനത്ത് 1 രൂപ ഇതുവരെ അടിച്ചിട്ടില്ല ഇത്രയും ദിവസത്തിനാവും. ഞാൻ എല്ലാ ദിവസവും ഇട്ട് കാശുകളാണ് 750 രൂപ ജോലി കൊടുക്കുന്നത് എല്ലാ ദിവസവും. 1 രൂപ 100 രൂപ കിട്ടിയിട്ടില്ല എൻ്റെ അഭിപ്രായം. അതാണ് മനുഷ്യൻ. അതായത് ഇതിനകത്ത് നിന്നും ഒരു വരുമാനമാർഗം കണ്ടെത്തിയിരുന്നിട്ട് പലരുടെയും ഇല്ല. അത് തന്നെ അടിപ്പനായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം പറയാനുള്ളത്. ഈ പൈസ തിരിച്ചെത്തണമെന്നൊരു ആഗ്രഹമുണ്ടോ ചേട്ടൻ എടുക്കുന്നത്? ഈ എടുക്കണം ഫസ്റ്റ് അടിക്കാല്ലേ നമുക്ക് രക്ഷയുള്ളൂ. എങ്ങനെയെങ്കിലും കടപ്പാടമെങ്കിലും തിരിച്ച് മേടിക്കണമെന്ന് വെച്ചിട്ടില്ല. എത്രയോ പേര് എന്നെ പോലെ കടപ്പാടം വിറ്റ് പോയി ലോട്ടറി എടുത്ത് നശിച്ചിട്ടുണ്ട്. ഗൾഫിൽ പോയിട്ട് വന്നവൻ ലോട്ടറി എടുത്ത് സ്ഥലം ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു, 2 നില വീടുണ്ട്. ഇതേ കട്ടച്ചിറ ഈ ചേർത്തലക്ക് അങ്ങോട്ട് പോണ വഴിക്ക് പുള്ളി എല്ലാം വിറ്റ് ഇപ്പം വഴി ഓരത്ത് ഷെഡ് കെട്ടി കിടക്കി ഈ ലോട്ടറിക്കാരനാണ്. ലോട്ടറി ഇവരെന്തായാലും ചോദിക്കണം. ഞാൻ ഈ സർക്കാരിൻ്റെ ഉന്നതങ്ങളിലുള്ളവരോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എടുക്കണത് എന്തിനാണെന്ന് ചോദിക്കും. നമ്മളിതിൻ്റെ അടിമയായി പോയെന്നേ. ഇപ്പം കള്ളു കുടിക്കാനവനോട് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അവൻ പോയി കഴിക്കും. അവൻ്റെ കാശ് കിട്ടിയവൻ കള്ളു കുടിക്കും. എന്നെ പറഞ്ഞ പോലെ എൻ്റെ കാശ് കിട്ടിയ ഞാൻ ലോട്ടറി എടുക്കും. എൻ്റെ വീട്ടിലുള്ള ഒരു ഭാര്യയും മക്കളും എനിക്കൊരു മകളേ ഉള്ളൂ. അവരെല്ലാവരും എതിരാണ്. പക്ഷേ അവരെയൊക്കെ ഒളിച്ചും പാത്തും നമ്മൾ എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുക്കും. സർക്കാരിന് വ്യക്തമായിട്ട് അറിയാം നമ്മൾ എടുക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ഇപ്പം പറ്റി. ഇപ്പം തന്നെ 1 കോടി 8 ലക്ഷം രൂപ ടിക്കറ്റ് വിറ്റിരുന്ന എത്ര രൂപ ഒരു ദിവസം സർക്കാരിൻ്റെ കാശ്. സർക്കാരിന് ഇവിടെ ഭരിക്കണമെന്ന് ഈ ലോട്ടറിയുടെ കാശ് മതി. 40 കോടി രൂപയോളം കിട്ടുമെന്നേ. 1 കോടി രൂപയിൽ കൂടുതൽ പ്രൈസ് കൊടുക്കണില്ല. 8 കോടി രൂപയിൽ കൂടുതൽ പ്രൈസ് കൊടുക്കണില്ല. 1 കോടി 8 ലക്ഷം ടിക്കറ്റിന് ഇത്രയും രൂപ കിട്ടണില്ലേ? അതിനകത്ത് ആ സംവിധാനം തന്നെ തെറ്റാണ്. മറ്റേ ഇവിടെ നേരത്തെ സംവിധാനവും തെറ്റായിരുന്നു. എങ്കിലും ഇതിൽ കൂടുതൽ പ്രൈസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴും സർക്കാരിൻ്റെ അവരുടെ ഒരു ഖജനാവ് നിറയ്ക്കാന്നുള്ള ലക്ഷ്യം മാത്രമേ അപ്പോഴും ഉള്ളൂ. അവർ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമായി പോയി ഈ ലോട്ടറി ഇപ്പം. പിന്നെ ഇനിയിപ്പോൾ 1 വർഷമേ ഉള്ളൂ അവർക്ക് ഭരണത്തിൽ നിന്ന് കയറിയ ചിലപ്പോൾ അവർ തന്നെ ജയിക്കുമായിരിക്കും. അതൊന്നും നമ്മൾക്ക് പറയണില്ല. അവർക്ക് ഈ 1 വർഷത്തേക്ക് ഇനി ആരും ചോദ്യം ചെയ്യാനില്ല. പ്രതിപക്ഷത്തിന് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കണക്ക് പോലും ഒന്ന് നിയമസഭയിൽ പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി പ്രതിപക്ഷ നേതാവിനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇരുന്നത്. എന്നാൽ ഇത്രയും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം ഈ ലോട്ടറി പോലെ ഇല്ല. അല്ലെങ്കിൽ ഇതിക്ക് മുമ്പ് 30 രൂപയ്ക്ക് പൂട്ടാൻ്റെ ലോട്ടറി എടുക്കുമായിരുന്നു. ഞാൻ 100 എണ്ണം വരെ ഒരു ദിവസം എടുക്കുമായിരുന്നു. അടിക്കിട്ട് പ്രൈസ് അടിച്ചിട്ടുണ്ട്. 40 പ്രൈസ് 40,000 വരെ കിട്ടിയ ദിവസങ്ങളുണ്ട്. ഒന്നുമില്ല എൻ്റെ എല്ലാം പോയി. ഞാൻ നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. മുഴുവൻ ലോട്ടറി. വേറെ എനിക്ക് സിഗരറ്റ് വലിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല, പെണ്ണ് പിടിക്കാൻ പോയാല ഒരു ദൂഷ്യീലങ്ങളും ഇല്ല. ഈ ലോട്ടറിയാണ് ദൂഷ്യീലം. ലോട്ടറി ഒരു ദൂഷ്യമായിട്ട് തോന്നുന്നു. അങ്ങനെ ആയിപ്പോയി. എൻ്റെ കയ്യിൽ എവിടെയെങ്കിലും 100 രൂപ കിട്ടിയാൽ ലോട്ടറിക്കാർ ഈ വഴി കാണുമല്ലോ, അപ്പോൾ എടുക്കും. ഞാനായിട്ട് ഇന്ന് 1 ടിക്കറ്റ് ഞാൻ എടുത്തില്ല. മറ്റേത് 15 ടിക്കറ്റ് എടുക്കുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു വലിയ അടിയാണ്. എല്ലാവർക്കും ലോട്ടറി എടുത്ത് ഈ രാജ്യത്ത് ഒരുപാട് പേര് നശിച്ചിട്ടുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ, എത്ര പോലീസുകാർ എനിക്കറിയാമെന്നറിയാം. ഈ അടുത്ത് കിട്ടുന്ന ശമ്പളം ATM കിടക്കാൻ കാശിപ്പോൾ ഈ സംവിധാനം വന്നതോടുകൂടി അതിലേക്ക് ചെയ്താൽ മതി. പൈസ എടുത്ത് വെച്ചു മതി ചെയ്യും. ഇവർക്ക് ഇപ്പോൾ രാവിലെ എടുത്താൽ വൈകുന്നേരത്തിനുള്ളിൽ ഉച്ചക്ക് മുമ്പ് തീർത്തില്ല. ഇവരുടെ കരി തലയിലാകും. അപ്പോൾ അവരെങ്ങനെയെങ്കിലും വിൽക്കാൻ നോക്കും. കടമൊക്കെ കൊടുത്തും അങ്ങനെ ഇവിടുത്തെ പിടിച്ചിരിക്കുന്നു. സർക്കാർ അതിന് തയ്യാറാകണം. ഇത്രയും സർക്കാർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ഫസ്റ്റ് സെക്കൻഡ് ഇപ്പോൾ 1 കോടി രൂപയൊന്നും കൊടുക്കണ്ടെന്നേ. ഒരു 50 ലക്ഷം കൊടുത്താൽ മതി. മറ്റേതൊരു 5 ലക്ഷം 10 ലക്ഷം കൊടുത്താൽ മതി. എൻ്റെ പ്രൈസ് 5000 ഒരു 25 ഉണ്ടെങ്കിലും നോക്കും.
2000 ഒരു 10 രൂപ എണ്ണം ആക്കണം, 1000 ഒരു 50 എണ്ണം ആക്കണം, 500 ഇപ്പോൾ 100 എണ്ണം കൊടുക്കുന്നുണ്ട്, 150 ആക്കിയോ, 100 രൂപ മതി. ഈ 50 രൂപയുടെ പ്രൈസ് വേണ്ട. എന്ത് കാര്യത്തിന് 50 രൂപയുടെ പ്രൈസ് 300 250 കൊടുക്കുന്നുണ്ട്? അത് തെറ്റാണ്. ആ ഒരു സിസ്റ്റമൊക്കെ മാറും. ആ സിസ്റ്റം മാറണം. അങ്ങനെ പ്രൈസ് ചെറിയ പ്രൈസ് കൂട്ടുകയും വലിയ പ്രൈസ് സർക്കാർ, നമ്മൾ പൊതുജനം മണ്ടനാണെന്ന് സർക്കാരിന് ആ ധനകാര്യമന്ത്രിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്നാന്ന് വെച്ചാൽ 1 കോടി രൂപ അടിച്ചാൽ 35 ലക്ഷം രൂപ സർക്കാരിന് കിട്ടും. 75 ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് കൊടുത്താൽ അതിന് നേരെ 35% കിട്ടിയില്ലേ? അവർ സർക്കാരിന് കാര്യം ഉണ്ടാക്കാൻ വഴി കിട്ടുന്നവരെന്നെ കിട്ടും. അത് അത്രേ എനിക്ക് പറയാനുള്ളൂ.